ടൈമായി, നമുക്ക് തുടങ്ങാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, നമ്മുടെ ഇന്നത്തെ 217 മീറ്റിംഗ് ആണ്. ആ നിലയിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ഓരോ കരുതൽ ഓർക്കുമ്പോൾ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ഞാനൊരു ഒരു സ്തോത്ര സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ സുപരിചിതമായ 100-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിയുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഇതൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനല്ലാതെ നമുക്കൊന്നും കഴിയത്തില്ല. അത്രമാത്രം നമ്മളെ കരുതുന്ന നല്ലൊരു ഇടയനായിട്ട് നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഭയത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കാം. ദൈവനാമം ആ നിലയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അവസരമാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പാട്ടുപാടി നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ, സന്തോഷത്തോടെ കർത്താവിനെ സേവിപ്പാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ പാട്ടുപാടുവാനായിട്ട് സഹോദരി അലിഷ രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേക്കാവോ? കേക്കാം. ഇപ്പം മനസ്സിലായി മമ്മി ശാന്തമ്മ സിസ്റ്ററിന്റെ മകളാണെന്ന്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ടുപുസ്തകത്തിലെ 858 പാട്ടാണ്. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ, എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ, ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എന്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതെല്ലാരും, എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും, എന്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതെല്ലാരും, എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടെൻ സ്നേഹസഖിയ, ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, എന്റെ രക്ഷകൻ ദൈവമേ, നീയല്ലാതെല്ലാരും, എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും, എന്നാശ്രയം നീ മാത്രമൻ കർത്തൻ, മറ്റാരിലും ഞാൻ കാണുന്നില്ല
പാരിലും പരത്തിലും നീ മാത്രമെൻ കർത്തൻ. എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതെല്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. നിൻ മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ. താങ്ക് യു. ഒരു പാട്ടുകൂടെ ഉണ്ട്. 814 പാട്ടാണ് പാഠപുസ്തകത്തിലെ. പ്രാണനാഥ യേശുദേവ പാരിൽ നീ മതിയേ, പാദമെൻ ഗതിയേ. പ്രാണനാഥ യേശുദേവ പാരിൽ നീ മതിയേ, പാദമെൻ ഗതിയേ. നീ മതി വേറാരും വേണ്ടി നീജഭൂമിയിലാശ്രയിപ്പാൻ. നീ മതി വേറാരും വേണ്ടി നീജഭൂമിയിലാശ്രയിപ്പാൻ. നിമിഷം തോറും മാറിടുന്ന മനുഷ്യനിൽ ഞാൻ ചാരുകയോ. നിമിഷം തോറും മാറിടുന്ന മനുഷ്യനിൽ ഞാൻ ചാരുകയോ. പ്രാണനാഥ യേശുദേവ പാരിൽ നീ മതിയേ, പാദമെൻ ഗതിയേ. കൂട്ടുകാരും കൈവെടിഞ്ഞാൽ കൂടെ നിന്നിടും നീ തുണയായി. കൂട്ടുകാരും കൈവെടിഞ്ഞാൽ കൂടെ നിന്നിടും നീ തുണയായി. കഠിന ക്ഷാമകാലത്തും നീ കാക്കയാലും കാക്കുകയായി. കഠിന ക്ഷാമകാലത്തും നീ കാക്കയാലും കാക്കുകയായി. പ്രാണനാഥ യേശുദേവ പാരിൽ നീ മതിയേ, പാദമെൻ ഗതിയേ. പ്രാണനാഥ യേശുദേവ പാരിൽ നീ മതിയേ, പാദമെൻ ഗതിയേ. താങ്ക് യു. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല 2 പാട്ടുകൾ പാടാനും അതിനെ വളരെ മധുരമായി പാടുവാനും കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവം ധാരാളമായിട്ട് എടുത്തുപയോഗിക്കട്ടെ.
ഇങ്ങനെ മമ്മിയുടെ ശുശ്രൂഷയിൽ വന്ന് പാടുവാൻ ദൈവം എടുത്തല്ലോ. അത് ഒക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ദൈവം തുടർന്ന് അനുഗ്രഹിക്കട്ടെ. തലമുറകൾ ദൈവത്തിൻ്റെ സന്നിധി നിലകൊള്ളുന്നത് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. തുടർന്ന് നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മെസ്സേജിൻ്റെ സമയമാണ്. സിസ്റ്റർ ശാന്തമ്മ രാജുവിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. 20 മിനിറ്റ് നേരം മെസ്സേജിനുള്ള ടൈമുണ്ട്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൽ എനിക്കും കടന്നു വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആൻറ്റിമാരും ഒക്കെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒന്നുമല്ല. കർത്താവ് എന്നെ ശക്തീകരിച്ചാൽ എന്തെങ്കിലും പറയുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എനിക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം കരുതുന്ന ദൈവം എന്നതാണ്. കരുതുന്ന ദൈവം. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച എല്ലാ ആൻറ്റിമാരോടും അഡ്മിൻസിനോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കരുതുന്ന ദൈവം എന്ന വിഷയത്തെ ആധാരമാക്കി നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യരെക്കുറിച്ചുള്ള ദൈവിക കരുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവിക കരുതലിന്റെ പുസ്തകമാണ് ബൈബിള്. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് തന്റെ മുൻപിലുള്ള ജനത്തെ സംബോധന ചെയ്യുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നു. ദൈവജനത്തെ ഉറപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതുമായ വചനങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ അവരുടെ ഭയത്തിൽ നിന്നും അവരുടെ പ്രതിസന്ധിയിൽ നിന്നും ധാരണം ചെയ്യുവാൻ അഥവാ ഉറപ്പിക്കുവാൻ, ധൈര്യം പകരുവാൻ എഴുതുകയാണ്. നിങ്ങളെ കരുതുന്ന ഒരുവൻ കൂടെയുണ്ട്. കരുതുന്ന കർത്താവ്, കരുതുന്ന ഒരുവൻ നമ്മളോട് കൂടെയുണ്ട്. ഏത് ഭയത്തിൽ നിന്നും വിടുവിപ്പാനും എത്ര പ്രതിസന്ധി തരണം ചെയ്യുവാനും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ദൈവശബ്ദത്തിന്റെ മുൻപിൽ പേടിച്ച് ഭയന്നു പോയ മനുഷ്യനും അവന്റെ ഭാര്യയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏദൻ തോട്ടത്തിലെ ആദമിനെ ഹവ്വയെയും ആക്കിയിട്ട് അവർ പാപം ചെയ്തത് മൂലം അവർക്ക് ഒളിച്ചിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ ചുരുക്കി പറയാണ്. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആദമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവശബ്ദത്തിന് മുൻപിൽ പേടിച്ച് ഭയന്നു പോയ മനുഷ്യനും അവന്റെ ഭാര്യയും വിഷണ്ണരായി പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിന്നപ്പോൾ വലിയവനായ ദൈവത്തിന്റെ അവരെ അവിടെ വിട്ടേച്ചു കടന്നു പോകാമായിരുന്നു. എന്നാൽ ദൈവിക കൽപ്പനയ്ക്കും ദൈവിക ആലോചനയ്ക്കും വിപരീതമായി പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം അത് വിപരീതമായി പ്രവർത്തിച്ചത് കൊണ്ട് അവരത് അർഹിക്കുന്നുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ കരുതൽ അവിടെ തെളിയുകയാണ്. അവൻ അവർക്കായി ഒരു മൃഗത്തെ കരുതി. അതൊരു പക്ഷേ ഒരു ആട്ടിൻകുട്ടി ആയിരിക്കാം. ഒരു കുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടു. അവൻ അവിടെ
ഒരു മനുഷ്യന് വേണ്ടി ഒരു കുഞ്ഞാടിനെ കരുതി. അവരുടെ വിഷണ്ണത നീക്കി, അവരുടെ പ്രതിസന്ധി നീക്കി. സങ്കീർത്തനത്തിൽ പറയുന്നത് രട്ടു നീക്കി സന്തോഷം ഉടുപ്പിച്ചു എന്നാണ്. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നു. മരണദൂതന്റെ കയ്യിൽ നിന്നും രക്ഷ നേടുവാൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ ദൈവം കരുതി. മരുഭൂമിയിൽ ആഹാരമില്ലാതെ തളർന്നു വീണ ജനത്തിന് അവൻ ആഹാരം നിർജ്ജന പ്രദേശത്ത് കരുതി സൂക്ഷിച്ചു. അവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ അസ്തമിച്ചു പോയപ്പോൾ മനുഷ്യന്റെ എല്ലാ കരുതലും താറുമാറായി പോയപ്പോൾ ഭക്ഷണമില്ലാതെ വാടിത്തളർന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട് മനം കലങ്ങിയ ഇസ്രായേൽ മക്കൾക്ക് അവൻ കരുതി മൃഷ്ടാന്നമായ ഭോജനം. കാനായിലെ കല്യാണ വീട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കല്യാണ വീട്ടിൽ അവരെല്ലാം സകലതും കരുതിയിരുന്നു. ഒരു വിവാഹ വീട്ടില് എന്തെല്ലാം കരുതലുകളാണ് ആവശ്യമുള്ളത്. അവര് എല്ലാം കരുതിയെങ്കിലും ആ സമയമായപ്പോൾ അവരുടെ കരുതലുകളൊക്കെ നിഷ്ഫലമായിപ്പോയി. അപ്പോൾ അവർ വളരെയധികം വിഷമിച്ചു. കല്യാണ വീട്ടിലെ കരുതലുകളെല്ലാം നിഷ്ഫലമായിപ്പോയി. ദൈവം മാത്രമായതൊന്ന് അവർക്കായിട്ട് അവിടെ കരുതി. അവർ ഒരുപക്ഷെ അവർ കരുതിയിരുന്നത് അത്രയും മെച്ചമായിരുന്നതായിരുന്നില്ല. എന്നാൽ കർത്താവ് അവർക്ക് കൊടുത്തത് ഏറ്റവും മെച്ചമായതായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് കഴിയുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ കർത്താവ് മേത്തരമായ വീഞ്ഞ് അവിടെ അവർക്ക് കൊടുത്തു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കൊണ്ട് കഴിയുന്നു. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വായിക്കുന്നു: അതിന് ശീമോൻ നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ശിഷ്യന്മാരുടെയൊക്കെ അവരൊക്കെ വലിയ മിടുക്കരും സാമർഥ്യമുള്ളവരും മീൻ പിടിക്കുന്ന കാര്യത്തിൽ വളരെ സാമർഥ്യമുള്ളവരായിരുന്നു, വല കെട്ടാനും ഒക്കെ. എന്നാൽ അവര് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് എന്തു പറ്റി? ഒന്നും ലഭിച്ചില്ല. അവരുടെ കൈയും കുഴഞ്ഞ് അവർ വല്ലാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയെന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ കർത്താവ് മനുഷ്യരുടെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമെന്നതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവരുടെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി പോയപ്പോൾ കർത്താവ് അവർക്ക് വലിയൊരു മീൻകൂട്ടത്തെ ദൈവം അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. പെരുത്ത മീൻകൂട്ടം, അവർക്ക് വലിച്ചു കയറ്റാൻ വയ്യാത്ത വണ്ണം വലിയ മീന് കർത്താവ് അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവർ പറഞ്ഞു, ഇവിടെ ഇത് രാത്രി മുഴുവനും നമ്മൾ അധ്വാനിച്ചതല്ലേ, ഇവിടെയെല്ലാം നമ്മൾ വല വീശിയതല്ലേ, ഒന്നും ഇതുവരെയും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പം ഇവിടെ വീശിയ ഇനിയിപ്പം എന്ത് കിട്ടാനാ എന്നൊക്കെ ഒരുപക്ഷെ അവര് ചിന്തിച്ചു കാണും. പക്ഷെ അവിടെ ഒരു അനുസരണം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവ് പറഞ്ഞ ഭാഗത്ത് വല വീശി അവർക്ക് പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഗലീല തടാകത്തിൽ പലവട്ടം മീൻ പിടിച്ച് പ്രാഗൽഭ്യം നേടിയവരായിരുന്നു ശിഷ്യന്മാരായ പത്രോസും കൂട്ടാളികളും. തങ്ങളുടെ കഴിവുകളിൽ ധൈര്യപ്പെട്ടിറങ്ങിയ ശീമോൻ അമ്പയെ പരാജയപ്പെട്ടു പോയി. ഒരു രാത്രി മുഴുവൻ അവർ വൃഥ പ്രയത്നം നടത്തി. അവർക്ക് ഒന്നും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല. കർത്താവിന്റെ ആജ്ഞയ്ക്ക് മുൻപില് അവരുടെ നിസ്സഹായ അവസ്ഥ പത്രോസ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ആഴിയും ഊഴിയും നിർമ്മിച്ചവൻ അവർക്കായി വലിയൊരു മീൻകൂട്ടത്തെ അവിടെ കരുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവന്റെ വാക്കിന് ആര് ചെവി കൊടുക്കുന്നു, അവനെ കരുതാൻ കർത്താവ് ശക്തനാണ്. 91-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും
എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാഹനത്തിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, അവിടെ എല്ലാം നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും, ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും കരുതുന്ന ഒരു കർത്തൻ നമ്മോട് കൂടെയുണ്ട്. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വളരെ ധൈര്യമാണ്. എല്ലാ വഴികളിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ജോലികളിലൊക്കെ ഞങ്ങൾക്ക് ആപത്ത്, അനർത്ഥങ്ങളെല്ലാം എല്ലാ വഴികളിലും കർത്താവ് നിന്നെ കാക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ കരങ്ങളിൽ വഹിക്കുവാൻ അവൻ ദൂതന്മാരെ സജ്ജരാക്കി നിർത്തിയിരിക്കുന്നു. എത്ര വലിയ കരുതലാണ് ദൈവത്തിൻ്റെന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. ഈ കരുതലിന്റെ മുൻപിൽ നമ്മളൊന്നുമല്ല. നമ്മുടെ കർത്താവിൻ എത്ര വലിയ കരുതലാണ് നമ്മുടെ കർത്താവിൻ്റെത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക് നാം വലിച്ചെറിയപ്പെടുമ്പോൾ സിംഹത്തിന്റെ വായടച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഓർക്കുക, രാജകൽപ്പനയ്ക്ക് മുൻപിൽ അടിപതറാതെ പ്രതിസന്ധിയുടെ നടുവിലും ദാനിയേല് പ്രാർത്ഥനാ നിരതനായി ആയിരിക്കുവാൻ തക്കൊണ്ടയായി പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവനെ കരുതുവാൻ സിംഹക്കുഴിയിൽ ഇറങ്ങി ചെന്നു. നമ്മുടെ ദുഃഖത്തിലും പ്രയാസത്തിന്റെ നടുവിലും പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീർന്നാൽ കർത്താവിന്റെ കരുതൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോവാൻ അവനൊരു നാള് സമ്മതിക്കുകയില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളെ കൊണ്ട്